ये मेरे हिसाब से ये एटलीस्ट 12, 13, 14, 15 साल खेलेंगे. मार्क माई वर्ड्स. 10 साल बाद बोलेंगे माही, रोहित, ऋषभ. മഹി, രോഹിത്, ഋഷഭ്. റിയലി? IPL ചരിത്രത്തിലെ ഹയസ്റ്റ് ബിഡ് 27 crores ഋഷഭ് പന്തിനെ ടീമിലെത്തിച്ചിട്ട് സഞ്ജീവ് ഗോയിങ് നടത്തിയ തള്ളിന് ഒരു കുറവില്ലായിരുന്നു. ഇതിനു മുമ്പത്തെ ബിഗസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഔട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡ്സിൽ നിന്നായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടേത്. ദെൻ നമ്മുടെ സഞ്ജു സാംസൻ്റേത്. ഇപ്പോൾ മൂന്നാമതായിട്ട് ഋഷഭ് പന്തിൻ്റെ കൂടാണ്. യെസ്, ഇറ്റ്സ് ഹോം കമ്മിങ് ഫോർ ഋഷഭ് പന്ത്. 27 കോടിയിൽ നിന്നും തൻ്റെ സാലറി 15 കോടിയായിട്ട് കുറച്ചിട്ടൊരു ട്രേഡ്. പന്തിന് കൊടുത്തിട്ട് DC-ന്ന് ചൈനമനായിട്ടുള്ള കുൽദീപിനെ കൊണ്ടുവരുമ്പോൾ LSGയുടെ ബൗളിംഗ് യൂണിറ്റ് ഒന്നുകൂടെ ശക്തിപ്പെടും. പക്ഷേ ഗോയങ്കയുടെ ബിസിനസ് സ്റ്റാറ്റിക്സ് വെച്ചിട്ട് ഒരു വർഷം 13.5 കോടിയാണ് പുള്ളിക്ക് ലാഭം. പോഡ്കാസ്റ്റിൽ നടത്തിയ തള്ളു വെച്ചിട്ടാണെങ്കിൽ റിമൈനിങ് 13 years ഇൻറ്റു 13.5 crores, 175 കോടി രൂപ ലാഭം. IPL തന്നെ ഹയസ്റ്റ് സാലറി പേഴ്സൺ എന്ന ടാഗോട് കൂടി ലാസ്റ്റ് 2 years LSGക്ക് വേണ്ടി കളിച്ച പന്തിന് ആസ് എ പ്ലെയറായിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനായിട്ടോ ഒന്നും തന്നെ കാര്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 1-2 ഇന്നിങ്സുകൾ ഒഴികെ പന്ത് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിക്കറ്റ് ഫേസിലൂടെയാണ് ഈ 2 വർഷം കടന്നുപോയത്. LSGയുടെ ക്യാപ്റ്റനായിട്ട് 28 മത്സരങ്ങളിൽ 10 എണ്ണത്തിൽ ജയിക്കാനേ പന്തിന് കഴിഞ്ഞിട്ടുള്ളൂ. വിൻ പെർസെൻറ്റേജ് 35. ഇത് KL രാഹുലിൻ്റെ റെക്കോർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗോയിങ് എടുത്തിട്ടുള്ള എത്ര വലിയ ബ്ലണ്ടറാണെന്നുള്ളത് ക്ലിയർലി എവിഡൻ്റ് ആണ്. 54 വിൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന ക്യാപ്റ്റനായിരുന്നു KL രാഹുൽ, 20 out of 37. പന്ത് ഇനിയൊരു പ്ലെയറായിട്ടുള്ള സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 581 റൺസ്, അത് 2 സീസണിൽ നിന്ന് മൊത്തം അടിച്ചത്. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി മേടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കർമായസ് ബൂമറാങ് എന്ന് പറയുന്നത് ചുമ്മാതല്ല. ആസ് ആൻ ഓണറായിട്ട് പ്ലെയേഴ്സിൻ്റെ അടുത്തുള്ള ബിഹേവിയറിൻ്റെ പേരിൽ ക്രിറ്റിസിസം കയറി വന്നപ്പോൾ ആളൊരു ചെറിയ ഡാഡിക്കോൾ ഇമേജ് പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്ത് ചെയ്തിട്ടും ഒരു മെനയാകുന്നില്ല സജിയെ. കക്ഷത്തിലിരുന്നതും ഉത്തരത്തിലിരിക്കുന്നതും പോയി. തിരിച്ച് DC-യിലേക്ക് എത്തുന്ന പന്തിന് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ DC-ക്ക് അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. കാരണം അവരുടെ കൂടെ ഇപ്പോൾ ഫോമിൽ കളിക്കുന്ന KL രാഹുലും ഉണ്ട്. LSG ഓണർ സഞ്ജീവ് ഗോയങ്കയുടെ മാത്രം ഇൻട്രസ്റ്റ് ആണ് ഈ ട്രേഡ് നടന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇക്കഴിഞ്ഞ IPL-ൻ്റെ ലീഗ് സ്റ്റേജിൽ LSGയുടെ സെക്കൻഡ് ലാസ്റ്റ് മാച്ച് RR vs LSG മാച്ചിൻ്റെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ ഇടയ്ക്ക് പന്ത് റെഫ് ബോംബ് ഇട്ടായിരുന്നു. It hasn't gone away and everyone knows that, but that doesn't take away the fact that we are a good team. Apologies for that. Thank you very much for your time. പന്ത് അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് വേണം നമുക്കിതിന് മനസ്സിലാക്കാൻ. LSGയുടെ അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു പ്രൈസ് ടാഗിൽ ഒട്ടും തന്നെ പന്ത് ഹാപ്പി ചെയ്യുന്നില്ല, ഒരു ക്യാപ്റ്റനായിട്ടോ ഒരു പ്ലെയറായിട്ടോ. പ്രീവിയസ് ക്യാപ്റ്റൻ രാഹുൽ മാനേജ്മെൻറ്റായിട്ട് തെറ്റിയിട്ട് ഈ ടീമിട്ട് പോയത് തന്നെ വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു. ആ സ്പേസിലേക്കാണ് പന്തിനെ കൊണ്ടുവന്നിട്ടത്, അതും ഇത്രയും വലിയ പ്രൈസ് ടാഗിന്. പന്തിന് വേണമെങ്കിൽ ഓപ്പൺ എയർത്തിൽ പോകായിരുന്നു. പക്ഷേ തൻ്റെ സാലറി 12 കോടി കുറച്ചിട്ട് തിരിച്ച് DC-യിലേക്ക് പോകണമെന്ന് പന്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഇറ്റ് ഈസ് ഷോയിങ് വൺ തിങ്: pressure of the price tag. Share your thoughts on the comments. Do like, hype and subscribe to show your love. Thanks for watching.